ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു BS3 വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടു വന്നവരാണെങ്കിൽ തംബ്നെയിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ശരിയാണ്. ആക്സിലേറ്റർ കേബിളിൽ പണ്ടത്തെ അത്ര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വലിയ നിലവിൽ. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം ആക്സിലേറ്റർ കേബിൾ എന്നാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് സീറ്റിൻ്റെ ഞെട്ടാണ് അവരുണ്ട്. അതിൽ 12 ഡബിൾ ഹാൻഡോ അല്ലെങ്കിൽ റിംഗ് സ്പാൻഡറോ ഉപയോഗിച്ചിട്ട് സീറ്റിൻ്റെ ഞെട്ട് ലൂസാക്കുക. അതിനുശേഷം ഫ്രണ്ടത്തെ ടാങ്കിൻ്റെ 2 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ട് ജസ്റ്റ് ഒന്ന് ഊരി കൊടുക്കുക. 10 ഡബിൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഊരി കൊടുക്കുക. ടാങ്ക് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വണ്ടി BS4 ആണോ BS3 ആണോ എന്ന് ശ്രദ്ധിക്കുക. കാരണം BS4 വണ്ടികൾക്ക് ടാങ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് പർജ് വാൾവിൻ്റെ ലൈനും പിന്നെ അതുപോലെ തന്നെ ടാങ്കിൽ നിന്ന് വെള്ളം പോകാനുള്ള ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. ആ ഓസ് ഒഴിവാക്കുക. BS3 വണ്ടികൾക്കാണെങ്കിൽ ഇത് ഈ ടാങ്കിൻ്റെ ലൈന് മാത്രമേ ഉണ്ടാവുക. അതിനുശേഷം ടാങ്കിൻ്റെ പെട്രോൾ ടാപ്പിൻ്റെ കണക്ഷൻ ഒഴിവാക്കണം. പെട്രോൾ ടാപ്പിൻ്റെ കണക്ഷൻ ഒഴിവാക്കുന്നതിന് മുന്നേ ടാപ്പ് ഓഫ് ആക്കണം. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിനുണ്ട്, ജസ്റ്റ് ഒന്ന് മറന്നോ ഇനി. അപ്പോൾ ഉള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നോ ഏതാണ്. അപ്പോൾ ടാപ്പ് കണക്ഷൻ ഒഴിവാക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഓഫാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ടാപ്പിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ടാങ്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. ടാങ്ക് സേഫ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം പിന്നെ ബാക്കി വരുന്നത് RH സ്വിച്ചിൻ്റെ സൈഡിലാണ് ആക്സിലേറ്റർ കേബിളിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ഊരാൻ വേണ്ടിയിട്ട് 2 സ്ക്രൂകളാണ് RH സ്വിച്ചിൽ വരുന്നത്. അതുകൂടാതെ ആക്സിലേറ്റർ കേബിളിൻ്റെ അതായത് ത്രോട്ടിൽ കേബിളിൻ്റെ അവിടെ ലോക്കിൻ്റെ ഒരു സ്ക്രൂ ആയിട്ട് വരുന്നത്. അതിന് 3 സ്ക്രൂ ആണ് വരുന്നത്. അതിൽ 2 സ്ക്രൂ RH സ്വിച്ചിൻ്റെ ഊരുക ആദ്യം. അതിനുശേഷം ആക്സിലേറ്റർ കേബിളിൻ്റെ സ്ക്രൂ ഊരാൻ ശ്രമിക്കും. ഈ RH സ്വിച്ചിൻ്റെ അവിടെ ത്രോട്ടിൽ കേബിളിൻ്റെ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ലൂസാക്കുക. അതാണ് ഈ കാണുന്നതാണ് സ്ക്രൂ. ആ സ്ക്രൂവിൻ്റെതാക്കുക. ഈ വണ്ടിക്ക് അത്യാവശ്യം റസ്റ്റ് പിടിച്ചതിനോണ്ട് അത്യാവശ്യം ലോക്ക് ടൈറ്റ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലേശം തിക്കിയിട്ടാണ് സ്ക്രൂ അഥവാ റസ്റ്റ് പിടിച്ചിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്താലും മതി ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട്. ഈ കാണുന്നതാണ് സെൻസർ കേബിൾ. അപ്പോൾ സെൻസർ അങ്ങനെയാണ് വർക്ക് ചെയ്ത്. ഒന്ന് ബാക്കോട്ട് ഫ്രണ്ടിലായി ആക്സിലേറ്റർ റേസ് ആക്കുന്നതനുസരിച്ച് സെൻസർ വർക്ക് ചെയ്തു. അപ്പോൾ പറ്റുകയാണെങ്കിൽ WD-40 ഉണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കറയും കാര്യങ്ങളും വരാക്കും. അതായത് കാർബറേറ്ററിൽ പോകുന്ന ലൈനാണ്. ഇവിടുന്ന് ഡബിളായിട്ട് പോയി, ഒന്ന് കാർബറേറ്ററിലേക്കും ഒന്ന് അതുപോലെ തന്നെ സെൻസറിലേക്കും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ സിംഗിളായിട്ട് വരുന്നത്, പിന്നെ അതിന് ശേഷം ഡബിളായിട്ട് സെൻസറിലേക്കും കാർബറേറ്ററിലേക്കും പോവുക ചെയ്യും. ഇനി കാർബറേറ്ററിൽ വരുന്ന കേബിൾ റിമൂവ് ചെയ്യാം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കേബിള് പുറത്തേക്ക് എടുക്കുമ്പോൾ അതായത് ഹെഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളും കട്ടാവാതെ ശ്രദ്ധിക്കണം. കേബിളും കാര്യങ്ങളും എടുക്കുമ്പോൾ വയറിങ് ചെക്ക് ചെയ്യുക. കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കാൻ ശ്രമിക്കുക.
കാണുന്നതാണ് ആക്സിലേറ്റർ കേബിൾ അഥവാ ത്രോട്ടിൽ കേബിൾ. ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP 300 രൂപയാണ് വരുന്നത്. അതായത് 2014 വർഷങ്ങൾക്ക് താഴത്തേക്കുള്ള വണ്ടികൾ ആണെങ്കിൽ 240 കേബിളും, അതുപോലെ തന്നെ 2014 മുകളിലേക്കുള്ള വണ്ടികളാണെങ്കിൽ 300 രൂപയുടെ കേബിളാണ്. ഇപ്പോൾ ആക്സിലേറ്റർ കേബിളിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ റേറ്റ് 300 രൂപയാണ്. കേബിൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ ആംപിയർ മീറ്ററിൻ്റെ കണക്ഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഫ്യൂസ് ബോക്സിൻ്റെ ഫ്യൂസ് ഊരിക്കുക, അല്ലെങ്കിൽ BS4 വണ്ടികളാണെങ്കിൽ ഫ്യൂസ് ബോക്സിൻ്റെ ഫ്യൂസ് ലൈന് കണക്ഷൻ വിടർത്തിക്കുക, അല്ലെങ്കിൽ ആംപിയർ മീറ്ററിൻ്റെ കണക്ഷൻ ഒഴിവാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംപിയർ മീറ്റർ ടച്ച് ചെയ്താൽ ഫ്യൂസ് പൊട്ടിപ്പോകാനും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കാനും ഉള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ന്യൂട്രൽ ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ കത്താതെയാവും, അങ്ങനെ ഫ്യൂസ് പൊട്ടിപ്പോകാനുള്ള വിഷയമാവും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പുതിയ അറിവുകളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ തെറ്റുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അടുത്തതായി ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ താല്പര്യമുള്ള വണ്ടികളുടെ വീഡിയോസ് ചെയ്യുന്നതിനായി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആക്സിലേറ്റർ കേബിൾ സെറ്റായി. ഇനി വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കസ്റ്റമേഴ്സിന് ഈ ടാങ്കിൻ്റെ അടിയിലൊന്നും തുടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ജസ്റ്റ് ചേസിൻ്റെ മുകളിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തുടയ്ക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഹെഡിൻ്റെ സീല് ലീക്ക് ഉണ്ട്. അപ്പോൾ ഹെഡിൻ്റെ സീല് ലീക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ടാങ്ക് ഫിറ്റ് ചെയ്യില്ല. ടാങ്ക് ഹെഡിൻ്റെ പണിയും കൂടെ ഹെഡിൻ്റെ ബീഡിങ് ഉള്ളതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ
ക്ലോത്ത് കൊണ്ട് തുടച്ച് വൃത്തിയായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എയർ അടിച്ചു കൊടുക്കുക. ഞാൻ ഷോപ്പിൽ എയർ കംപ്രസറിലതിനോണ്ട് എയർ അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അതില്ലെങ്കിൽ ജസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഒന്ന് തുടച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ടാങ്കിൻ്റെ അടിയിലുള്ള പൊടികൾ കാര്യങ്ങളൊന്നും കസ്റ്റമേഴ്സിന് തുടയ്ക്കാനൊന്നും വാട്ടർ സർവീസ് ചെയ്താലും പോകാത്തത് കൊണ്ടാണ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. കാണുന്നതാണ് ഹെഡിൻ്റെ ബീഡിങ് ലീക്കായിട്ട് എൻജിൻ ഓയിലാണ് ലീക്കാവുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.